ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകാന്തും വർഷയും പ്രണയത്തിലാവുകയാണ്. അങ്ങനെ വർഷയുടെ വീട്ടിൽ പുതിയൊരു കല്യാണാലോചനയൊക്കെ നടത്തുന്നുണ്ട്. വലിയ കോടീശ്വരനൊക്കെയാണ് കല്യാണം ആലോചിക്കുന്നത്. പക്ഷേ പയ്യനെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു അരപ്പിരി ലൂസുള്ള പോലെയാണ്. പിന്നെ തന്നെ എല്ലാവരാണെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നവരാണ്. സ്മഗ്ലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന വലിയ കോടീശ്വരന്മാരൊക്കെ തന്നെയാണ്. അങ്ങനെ ആ ഒരു ബന്ധത്തിനൊന്നും തന്നെ നമ്മുടെ വർഷയ്ക്ക് താല്പര്യമില്ല. പക്ഷേ അച്ഛനമ്മയും പിടിച്ച് പിടിയാലെ അവരെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കാര്യം നേരെ നമ്മുടെ ശ്രീകാന്തിനെ അറിയിക്കുകയാണ്. നമുക്ക് എത്രയും വേഗം നമുക്ക് തീരുമാനം എടുക്കണം, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോകും, എനിക്ക് നിന്നെ നഷ്ടപ്പെടും എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രീകാന്തിന് ചെറിയ പേടിയൊക്കെ ഉണ്ട്. സച്ചി ഒരു പ്രാവശ്യം വാണിംഗ് ചെയ്തിട്ടുള്ളതാണ്, ഇനി അവളായിട്ട് സംസാരിക്കരുതെന്നൊക്കെ. അതുപോലെ തന്നെ അച്ഛനും ചോദിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഫ്രണ്ട്സാണ് അച്ഛാ എന്നൊക്കെയാണ് ശ്രീകാന്ത് അച്ഛനോട് മറുപടി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എന്തായാലും തുടർന്ന് അവർക്ക് ഇനി എന്തായാലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ദേവു, അതായത് രേവതിയുടെ അനിയത്തി ദേവുവിൻ്റെ സഹായം ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത്. എന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് എത്രയും വേഗം കല്യാണം കഴിക്കണം, നീ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അമ്പലത്തിൽ, അതായത് അവർ പൂകെട്ടുന്ന അമ്പലം ഉണ്ടല്ലോ, അമ്പലത്തിൽ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ ദേവു നടത്തുകയാണ്. ദേവു പറയുന്നത്, അവിടുത്തെ പൂജാരിയോടൊക്കെ പറയുന്നത്, എൻ്റെ കൂട്ടുകാരിയുടെ കല്യാണമാണ്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പൂജാരി ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അവർ ഒരുപാട് വലിയ കാര്യത്തോടുകൂടി തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ പൂമാല കെട്ടിക്കൊടുക്കുന്നുണ്ട് നമ്മുടെ ദേവു. അന്നത്തെ ദിവസം രേവതിയുടെ അമ്മയുണ്ടല്ലോ ലക്ഷ്മി, അവരെ അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് ബുദ്ധിപൂർവ്വം നമ്മുടെ ദേവു. അങ്ങനെ ഒരു വിധത്തിൽ റൂമിൽ പൂട്ടിയിട്ടിരുന്ന വർഷ പുറത്ത് ചാടുന്നുണ്ട്. ചാടാൻ വേണ്ടി വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെ അവസാനം കണ്ടുപിടിക്കുന്നത്, ഈ കല്യാണം ഉറപ്പിക്കാൻ നോക്കി ആ പയ്യനുണ്ടല്ലോ, അയാളെ തന്നെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അയാളോട് പുറത്തേക്ക് പോകാം, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്, നിങ്ങളും കൂടി വരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതുപോലെ തന്നെ അയാൾ രാവിലെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ വർഷയും ആ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച ആ ചെക്കനും കൂടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ അമ്പലത്തിൽ എത്തുമ്പോൾ വർഷ ബുദ്ധിപൂർവ്വം അയാളോട് പറയുകയാണ്, അയ്യോ ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല, എത്രയും വേഗം പോയി ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാളാണെങ്കിൽ ആ കാർ കൊടുത്തിട്ട് അതിനെന്താ ഞാൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവിടെയൊന്നും പോകുന്നുണ്ട്. ഇതേ സമയത്ത് ഇവിടെയാണെങ്കിൽ അമ്പലത്തിൽ എല്ലാ കാര്യങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തും അവിടേക്ക് ആ സമയത്ത് എത്തുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ രേവതിയുടെ വീട്ടിൽ സച്ചിയാണെങ്കിൽ ഒരു വലിയൊരു ട്രിപ്പ് പോയിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരികയുള്ളൂ. അങ്ങനെ ആ ട്രിപ്പ് രേവതിയോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് രേവതിയോട് പ്രത്യേകം പറയുന്നുണ്ട്, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളണം, പിന്നെ ശ്രീകാന്തും ആ പെൺകുട്ടിയും തമ്മിൽ കാണാതെ ഇരിക്കാനും നീ അവനെ നല്ല രീതിയിലൊന്ന് ഉപദേശിക്കണം എന്നൊക്കെ രേവതിയോട് പറയുമ്പോൾ രേവതി അതിനൊക്കെ സമ്മതം മൂളുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സച്ചി അങ്ങനെ ട്രിപ്പ് പോവുകയാണ്. അതേ സമയത്ത് ഇവിടെയാണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് രേവതിയോട് നുണ പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുവരികയാണ്. വർഷയോട് സംസാരിക്കണം ഏട്ടത്തി, എന്നിട്ട് വർഷയെ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അവൾക്ക് അവിടെ വീട്ടിൽ വേറെ കല്യാണം ആലോചിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് അമ്പലത്തിലേക്ക്. പക്ഷേ സത്യത്തിൽ രേവതിക്ക് അറിയില്ല ഇവരാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന്. അങ്ങനെ രേവതി അതിരാവിലെ തന്നെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്പലത്തിലേക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്തിൻ്റെ കൂടെ തന്നെയാണ് രേവതി അമ്പലത്തിലേക്ക് പോകുന്നത്. ശ്രീകാന്ത് ബുദ്ധിപൂർവ്വം രേവതിയെ അമ്പലത്തിന് പുറത്ത് നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയണ, ഏട്ടത്തി ഇവിടെ നിൽക്ക്, എന്തായാലും വർഷയോട് ഞാൻ ആദ്യം ഒന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നേരെ അകത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ അവർ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും, ചെക്കനും പെണ്ണിനൊക്കെ വേണ്ട ഡ്രസ്സ്. അവർ ഡ്രസ്സിങ് റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് ദേവു ആണ്. രേവതിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അങ്ങനെ പരസ്പരം പൂമാല പരസ്പരം അണിയുകയും അതുപോലെ തന്നെ അവസാനം താലി കെട്ടുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ രേവതിയെ പുറത്ത് ഇവനെ കാണാതെ, നമ്മുടെ ശ്രീകാന്തിനെ കാണാതെ ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്തെടുക്കുക ഇവൻ എന്ന് ചോദിച്ചിട്ട് ഇത്ര നേരമായല്ലോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുകയാണ്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴായിരിക്കും ആ ഒരു കാഴ്ച കണ്ട് രേവതി ഞെട്ടുന്നത്. വേറൊന്നുമല്ല, ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ച കൂടെ ദേവുവിനെയും കാണുന്നുണ്ട്. അങ്ങനെ രേവതി ആകെ ദേഷ്യപ്പെടുകയാണ് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, നീ ഇത്രയും വലിയ ചതിയനായിരുന്നു, നിന്നെ ഞാൻ ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് ഞാൻ സ്നേഹിച്ചത്, എന്നിട്ടും നീ എന്നെ ചതിച്ച എന്നൊക്കെ ചോദിച്ചിട്ട് നിന്റെ ഏട്ടൻ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ
എന്താവും നീ ആലോചിച്ചിട്ടുണ്ടോ? നിൻ്റെ അച്ഛൻ്റെ അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ? അച്ഛന് ആ മറ്റുള്ളവരുടെ മുഖത്തെ എങ്ങനെ നോക്കും? പിന്നെ നമ്മുടെ വർഷയെയും വഴക്ക് പറയുന്നുണ്ട്. സ്വന്തം അച്ഛനെ അമ്മയോടും അവരെയൊക്കെ ധിക്കരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ സുഖമായി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് രണ്ടുപേരെയും. അപ്പോൾ ദേഷ്യത്തോടു കൂടി തന്നെ തൻ്റെ ഫോൺ എടുത്തിട്ട് അപ്പം തന്നെ സച്ചിയെ ഇവരെ അറിയിക്കാൻ വേണ്ടി പോവുകയാണ് രേവതി. അപ്പോൾ ആ ഫോണ് വേണ്ട ഏട്ടത്തി ഇപ്പം അറിയിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ ആ സമയത്ത് രജിസ്റ്ററിൽ ഒപ്പിടണം, അമ്പലത്തിലെ രജിസ്റ്ററാണ്, അതിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് പൂജാരി രജിസ്റ്ററും കൊണ്ട് വരികയാണ്. അപ്പോൾ ചെക്കനെയും പെണ്ണിനെയും കൊണ്ട് ഒപ്പിടിക്കാൻ വരുമ്പോൾ രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, പൂജാരി ഇതിന് കൂട്ടുനിന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ രേവതി എന്ന് ചോദിക്കുമ്പോൾ, ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ്, ഇവർ വീട്ടിൽ പറയാതെ കല്യാണം കഴിക്കാൻ വന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ ഞാൻ അറിഞ്ഞില്ല, ദേവ് പറഞ്ഞത് അവളുടെ കൂട്ടുകാരുടെ കല്യാണമാണെന്നാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു എന്ന് പൂജാരി പറയുമ്പോൾ ആദ്യം തന്നെ ദേവുവിനെ വലിച്ചിട്ട് നല്ല അടിയടിക്കുന്നുണ്ട് രേവതി. മുഖത്ത് നല്ല അടിയടിക്കുകയാണ്. നീ ഇതിനായിരുന്നടി അമ്മേനെ ഇവിടുന്ന് മനഃപൂർവ്വം നീ ഒഴിവാക്കിയിട്ട് ഇത്രയും വലിയ ചതി നീ എന്നോട് ചെയ്തൂലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേവുവിന് ഒരുപാട് അടിക്കുകയാണ് അമ്പലത്തിൽ വെച്ച് തന്നെ. അതിനുശേഷം നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടത്തി ദേവുവിനെ തല്ലണ്ട, ഞാൻ പറഞ്ഞിട്ടാണ് അവൾ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം രജിസ്റ്ററിൽ എന്തായാലും ഇത്രയെങ്കിലൊക്കെ ആയില്ലേ, കല്യാണവും കഴിഞ്ഞ് ഇനിയിപ്പോൾ രജിസ്റ്ററിൽ ഒപ്പിടുന്ന് വരനെയും വധുവിനെയും കൊണ്ട് ഒപ്പിടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സാക്ഷിയായിട്ട് ആരാ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് നിർബന്ധിക്കുന്നുണ്ട് രേവതി, ഏട്ടത്തി എൻ്റെ ഭാഗത്തുനിന്ന് ഏട്ടത്തി മാത്രമാണ് ബന്ധുക്കളായിട്ടുള്ളത്, ഏട്ടത്തി ഒപ്പിടണം എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഒപ്പിടില്ല എന്ന് രേവതി പറയുന്നുണ്ട്. അങ്ങനെ ആ പൂജാരിയും കൂടി നിർബന്ധിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, മോള് എന്തായാലും ഒപ്പിട്ട് കൊടുക്കും, മോളുടെ ഒപ്പ് എന്തായാലും ഇവർക്ക് ഇനി അനുഗ്രഹം വേണ്ടേ, അപ്പം അതുകൊണ്ട് മോള് പൂ കെട്ടുന്ന കൈയല്ല, അതുകൊണ്ട് ഒന്ന് ഒപ്പിട്ട് കൊടുക്കും, ഇവരുടെ ജീവിതം നല്ല രീതിയിലാവട്ടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒടുവിൽ രേവതി സാക്ഷിയായിട്ട് ആ ഒരു രജിസ്റ്ററിൽ ഒപ്പിടുകയും ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് രേവതിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഏട്ടത്തി വീട്ടിലേക്ക് പൊക്കോ, ഞാൻ എത്രയും വേഗം അവിടേക്ക് വരാം, കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം, ഏട്ടത്തി ഇതിൻ്റെ ഇടയിലുണ്ടെന്നൊന്നും അവരറിയാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രേവതിയെ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയ പയ്യനാണെങ്കിൽ ആ സമയത്ത് അമ്പലത്തിലേക്ക് തിരികെ വരികയാണ്. അങ്ങനെ തൻ്റെ കാലിലുള്ള ഷൂ ഒക്കെ ഊരി നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ചുറ്റും ഒരുപാട് നോക്കി നടക്കുകയാണ്. ഒടുവിൽ അവളുടെ ഫോണിൽ വിളിക്കുന്നുണ്ട്, നമ്മുടെ വർഷയെ ഫോണിൽ വിളിച്ചു നോക്കുകയാണ്. ആ ചെക്കൻ ആ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. അവന് ദേഷ്യം വരുന്നുണ്ട്. അവൻ വേഗം തന്നെ തൻ്റെ കാറും എടുത്തിട്ട് വർഷയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവളുടെ അച്ഛനോടും അമ്മയോടും ദേഷ്യപ്പെടുന്നുണ്ട്. വർഷ എന്തേ എൻ്റെ കൂടെ പോന്നിട്ട് ഇവിടേക്ക് തിരികെ വന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവരാകെ അന്തം വിട്ട് മോളിലേക്ക് നോക്കി നിൽക്കുകയാണ്. എന്താ മോനെ പറയുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ അമ്പലത്തിലേക്ക് എന്നെ കൊണ്ടുപോയി എന്നോട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ആളെ നോക്കിയപ്പോൾ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. കാരണം ശ്രീകാന്തുമായിട്ടുള്ള ബന്ധം ഇവർക്ക് അറിയാം. അങ്ങനെ അവർ വേഗം തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വർഷയുടെ അച്ഛനും അമ്മയും ആദ്യം തന്നെ ഇവിടേക്ക് ചെല്ലുകയാണ്, സച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ രവീന്ദ്രനൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വേഗം ചെന്നിട്ട് എൻ്റെ മോൾ എന്ത് ചെയ്യും, എൻ്റെ മോളെ നിങ്ങൾ തട്ടിക്കൊണ്ട് പോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾ ഈ വന്ന് പറയുന്നത്, വീട്ടിൽ വന്നിട്ട് പറയാൻ പറ്റുന്ന വാക്കുകളാണോ ഇതൊക്കെ, മര്യാദക്ക് നിങ്ങൾ പോയില്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ആ സമയത്ത് പോലീസ് തന്നെ അവിടേക്ക് വരികയാണ്. ഇവർ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് വരുമ്പോൾ ഇയാൾ അറസ്റ്റ് ചെയ്യണം സാറ്, ഇയാളാണ് എൻ്റെ മകളെ തട്ടിക്കൊണ്ട് പോയത്, ഇയാളെ മകനും കൂടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേസ് കൊടുക്കാൻ. അപ്പോൾ ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് അയാളോട് കയറ്റി, അതുപോലെ തന്നെ അയാളുടെ ഭാര്യയോടും, അതായത് വർഷയുടെ അച്ഛനോടും അമ്മയോടൊക്കെ ചന്ദ്രയും ദേഷ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രേവതി ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കില്ല, രേവതി അമ്പലത്തിൽ നിന്ന് വരുന്നുണ്ടാവുള്ളൂ. നമ്മുടെ ശ്രുതി ആണെങ്കിലും ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം. അപ്പോൾ രവിയുമായിട്ട് എന്താ വർഷയ്ക്ക് പ്രണയത്തിലായിരുന്നോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയത്തിലൊന്നല്ലായിരുന്നു, എൻ്റെ മകളെ വെറുതെ ഓരോന്ന് പറഞ്ഞ് മയക്കി എടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രവീന്ദ്രനോട് പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, സീനിയർ സിറ്റിസൺ ആണ്, അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, അതിനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി നല്ല സപ്പോർട്ട് തന്നെയാണ് ആ സമയത്ത് രവീന്ദ്രന് കൊടുക്കുന്നത്. രവീന്ദ്രനോട് നല്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാതിരിക്കാൻ എല്ലാം സംസാരിക്കുന്നുണ്ട് ശ്രുതി. പക്ഷെ ശ്രുതി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കാണ്.
അങ്ങനെ ഒരു രക്ഷയില്ല, ഇവർ കൊണ്ടുപോയേ തീരൂ എന്നുള്ള രീതിയിൽ അവിടെ ചെന്നിട്ട് ഒന്ന് ഒപ്പിട്ടിട്ട് പോന്നാൽ മതി, അല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതി കൊടുത്ത് പോന്നാൽ മതി എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ആ ഒരു വാക്കും വിശ്വസിച്ച് രവീന്ദ്രനെ അവരുടെ കൂടെ പോകാൻ തയ്യാറാവാണ്. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, വേണ്ട നിങ്ങൾ പോകണ്ട, വെറുതെ പോയി കഴിഞ്ഞ് പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങൾ പോകാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ രവീന്ദ്രൻ അവരെ കൂടെ പോവുകയാണ്. അപ്പം എല്ലാവരും പോകുന്നുണ്ട്, ചന്ദ്ര പോകുന്നുണ്ട്, അതുപോലെ തന്നെ ശ്രുതിയൊക്കെ കൂടെ പോവുകയാണ്. അങ്ങനെ പോലീസ് ജീപ്പ് അങ്ങനെ പോകുമ്പോഴായിരിക്കും ഓട്ടോറിക്ഷയിൽ വന്ന ആര് ഇറങ്ങുന്നത്, നമ്മുടെ രേവതി ഇറങ്ങുന്നത്. അപ്പോൾ പോലീസിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അവിടെ നിന്നിരുന്ന ഒരാളോട് ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെ വീട്ടിൽ പോലീസ് വന്നത്, എങ്ങടാണ് അച്ഛനെ കൊണ്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ രേവതി അതേ ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം പോലീസിന്റെ സ്വഭാവം മാറുകയാണ്. രവീന്ദ്രനെ ഒരുപാട് ദേഷ്യപ്പെടുകയും രവീന്ദ്രനെ തള്ളി ഇങ്ങനെ ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രേവതി അവിടേക്ക് വരികയാണ്. എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മകള് ഇയാളുടെ മകൻ തട്ടിക്കൊണ്ട് പോയതാണെന്നൊക്കെ അവരിങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പൊക്കോ, എത്രയും വേഗം ആ പയ്യനും ആ പെൺകുട്ടി ഇവിടെ ഹാജരാവണം, ഇല്ലെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്യും, നാളെ കോടതിയിൽ ഹാജരാക്കും എന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതിക്ക് സമാധാനം ഇല്ലാതെ പെട്ടെന്ന് തന്നെ സച്ചിയെ വിളിക്കുന്നുണ്ട്. കരഞ്ഞിട്ടാണ് സച്ചിയെ വിളിക്കുന്നത്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാ രേവതി നീ കരയണ, കാര്യം പറയുമെന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛൻ എന്ന് പറയണം. അപ്പോൾ എന്ത് പറ്റി അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ദേ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് സച്ചി പറഞ്ഞ് വേഗം തന്നെ സച്ചി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അങ്ങനെ പോലീസിനോട് സംസാരിച്ചൊക്കെ നോക്കുന്നുണ്ട് സച്ചി. പക്ഷേ പോലീസ് ഒരു രക്ഷയില്ല, അയാളെ പുറത്തിറക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അതിനുശേഷം ശ്രുതിയാണെങ്കിലും അതുപോലെ തന്നെ ശ്രുതിയാണെങ്കിലും എല്ലാവരും ഇവിടെ നമ്മുടെ രവീന്ദ്രന് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത്. ശ്രുതി തൻ്റെ ഏതെങ്കിലും ഒരു ലോയറൊക്കെ ഫ്രണ്ടിനോടൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് ഏതെങ്കിലും വക്കീലിനെ കിട്ടാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ആരെയും ആ സമയത്ത് കിട്ടുന്നില്ല. ശ്രുതിയും പോലീസിനോടൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട്, എൻ്റെ അച്ഛനൊന്നും ചെയ്യില്ല, എൻ്റെ അച്ഛൻ പാവാണെന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രയും പറയുകയാണ് അദ്ദേഹം പാവാണ്. അപ്പോൾ ആ ഒരു ലോക്കപ്പിൽ പിന്നീട് ആക്കുന്നുണ്ട് നമ്മുടെ രവീന്ദ്രനെ. ആ ഒരു കാഴ്ച കണ്ട് ചങ്ക് തകർന്ന് നിൽക്കുകയാണ് എല്ലാവരും തന്നെ. സച്ചിയും അതുപോലെ ചന്ദ്രയൊക്കെ ചങ്ക് തകർന്ന് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ആ പോലീസ് അമ്പലത്തിലെ ആ രജിസ്റ്റർ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും എന്ന് പറയുന്നവർ വിവാഹം കഴിഞ്ഞു ഇന്ന് രാവിലെ എന്ന് പറയുന്നുണ്ട്. ഇത് രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ രജിസ്റ്റർ കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ ആ രജിസ്റ്റർ നോക്കിയിട്ട് ആരാണ് രേവതി എന്ന് പോലീസ് ചോദിക്കുകയാണ്. കാരണം രേവതിയാണല്ലോ അത് സാക്ഷി ഒപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വൈഫാണ് എന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരാണ് ഇവർക്ക് സാക്ഷിയായി ഒപ്പിട്ടിട്ടുള്ളത് എന്ന് പറയുന്നതോട് കൂടി എല്ലാവരും തന്നെ നമ്മുടെ രേവതിയെ കണ്ണ് തുറപ്പിച്ച് നോക്കി നിൽക്കുകയാണ്. സത്യത്തിൽ ശ്രീകാന്ത് ചതിച്ചതാണ് രേവതിയെ. രേവതിക്ക് അറിയില്ല, ഈ ഒരു സന്ദർഭത്തിൽ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഒപ്പിട്ട് പോയിന്നേ ഉള്ളൂ. ഇവർ തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഇവരെ കൂട്ടി യോജിപ്പിച്ചതൊന്നും നമ്മുടെ രേവതിയല്ല. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ എല്ലാവരും ചേർന്നിട്ട് രേവതിയെ കണ്ണ് തുറപ്പിച്ച് കാണിക്കുകയും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ലോക്കപ്പിൽ കിടക്കുന്ന രവീന്ദ്രൻ വരെ ഈ ഒരു വാർത്ത കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താവും രേവതിയുടെ അവസ്ഥ? തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ രേവതിക്കാകുമോ, അതോ നമ്മുടെ ശ്രീകാന്ത് രേവതിയെ ചതിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കേൾക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.